എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, കുട്ടികളുടെ പല്ലിൽ എപ്പോ കമ്പി ഇടും, കുട്ടികളുടെ പല്ലിന് കമ്പി ഇടാവോ, ഏത് പ്രായത്തിലാണ് കുട്ടികളുടെ പല്ലിൽ കമ്പി ഇടാൻ പറ്റുന്നത്, പല്ല് പൊന്തി നിൽക്കുന്നു എന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു സംശയം എല്ലാവരുടെ മനസ്സിലും, എല്ലാ അമ്മമാരുടെ അച്ഛന്മാരുടെ മനസ്സിലും ഉള്ളതാണ്. ഈ കുട്ടികൾക്ക് അത് ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിലും അത് ഉള്ളതാണ്. അപ്പം അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പല്ലായിരിക്കില്ല പൊന്തിയിരിക്കുന്നത്, എല്ലായിരിക്കും പ്രശ്നക്കാരൻ. അപ്പൊ നമ്മള് കുട്ടികളുടെ പ്രായം എന്ന് പറയുന്ന ഒരു 14 വയസ്സ് വരെ വളരുന്ന പ്രായമാണ്. അപ്പൊ ഈ വളരുന്ന പ്രായത്തില് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമേ എല്ലിന്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ആക്കണം. അപ്പൊ ആ എല്ലിന്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ആക്കാതെ നമ്മൾ പല്ലിന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അതില്ല. പല്ലിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എല്ലിന്റെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടി വരും. കാരണം 14 വയസ്സ് വരെയാണ് കുട്ടികളുടെ പ്രായത്തില് എല്ലിന്റെ വളർച്ച ഉണ്ടാവുന്നത്. അപ്പം ഡോക്ടറെ ഈ പല്ല് വന്നിട്ടില്ല, കൊമ്പല് വന്നിട്ടില്ല, പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് പല്ലിന്റെ മാത്രം പ്രോബ്ലം ആയിരിക്കില്ല, എല്ലുകളുടെ പ്രോബ്ലം കൂടെ ആയിരിക്കാം. കാരണം എല്ലിന്റെ വളർച്ചയോ എല്ലിന്റെ വളർച്ച കുറവോ ഇതെല്ലാം ഉണ്ടാവാം നമ്മുടെ കുട്ടികളുടെ പ്രായത്തിൽ പല്ല് പൊന്താനുള്ള ചാൻസും പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വരാനുള്ള കാര്യങ്ങളും എല്ലാം. അപ്പം മോണ വികസിപ്പിക്കുക, അല്ലെങ്കിൽ താഴത്തെ മോണ മേളത്തെ മോണയെക്കാട്ടി വലുതാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊരു എല്ലിന്റെ വളർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും കുട്ടികളുടെ പ്രായത്തിൽ നമുക്ക് ആ പല്ല് പൊന്താനുള്ളതും പല്ലിനിടയിൽ ഗ്യാപ്പ് വരാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കുട്ടികളുടെ പ്രായത്തിൽ എപ്പോ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 8-9 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം.